ഇന്ദു വേഗമാടി. പ്രിയപ്പെട്ടവരെ, നീ അങ്ങോട്ട് നോക്ക്. ഞാൻ പ്രിയ രാമൻ. അല്ല, ആരായത്? സിനിമയെ കാണുന്നത് പോലെ തന്നെ ഉണ്ട്. അയ്യോ, പൊന്നിന്റെ നിറം, തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം. ഏഴഴകെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കണ്ടു, ഇന്ന് കണ്ടു. എല്ലാരും എന്നോട് ചോദിക്കുന്നത് എന്ത്? ഞാൻ തമിഴ്ചിയാണോ തെലുങ്കാണോ അതോ നോർത്ത് ഇന്ത്യൻ ആണോ? ഹിന്ദിക്കാരിയാ. അവൾക്ക് വല്ലാത്ത വിഷമായിട്ടുണ്ടാവും. ഞാനൊരു മലയാളിയാണെന്നും എന്റെ തറവാട് ആൽവിയാണെന്നും എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. എന്റെ തറവാട് ആൽവിയാണെന്നും പലർക്കും അറിഞ്ഞൂടാ. അപ്പൊ മലയാള വാക്കൊന്നും വലിയ വശമല്ലേ? ഞാനൊരു ശുദ്ധ മലയാളിയാണ്. അതെയോ? പക്ഷെ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഡൽഹിയിലാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ എന്തിനാ? കുട്ടിക്കാലം തൊട്ടേ എനിക്ക് അഭിനയം വളരെ ഇഷ്ടമാണ്. എത്രാമത്തെ വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയത്? 15-ാമത്തെ വയസ്സിൽ. എന്റെ അഭിനയം നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ഈ രംഗത്ത് ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇന്നത്തെ പല ഉർവശിമാര് എന്നേ ഔട്ടായേന്. അതിന്റെ തെളിവല്ലേ ഇത്? കുന്നത്തെ കൊന്ന പൂത്ത പോലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാ. എന്തൊരു ചന്തവാ. മെഗാസ്റ്റാർ ശ്രീ ഭരത് മമ്മൂട്ടിയുടെ കൂടെ എനിക്കിവിടെ വരാൻ സാധിച്ചതും നിങ്ങൾ എല്ലാരെയും കാണാൻ സാധിച്ചതും. കാണുന്ന പോലെ ഒന്നല്ലോ, ബഹുമുഖ പ്രതിഭയാ. അതായത് പ്രസംഗം നന്നായി. താങ്ക് യു. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മെഗാസ്റ്റാർ ഭരത് എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടി ഇങ്ങനെ പൊക്കി പറഞ്ഞില്ലേ, അത് നന്നായി. പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. ആ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി കൊടുത്ത് നാറ്റിക്കായിരുന്നാ മതി. മമ്മൂട്ടി ഇങ്ങനെ പൊക്കി പറഞ്ഞില്ലേ, അത് നന്നായി. പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. അതെനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് സാരമില്ല. ഈ രാമൻ എന്ന് പറയുന്നത് ഭർത്താവല്ലല്ലോ? ഒരിക്കലും അല്ല, എന്റെ അച്ഛനാ. ഞാൻ കരുതി. നീ എന്തോന്ന് കരുതി? ഇല്ല, ഞാൻ വെറുതെ കരുതി. വേറൊന്നല്ല, എന്റെ കൂടെ അഭിനയിച്ച എത്രയോ ആളുകൾ ഇവിടെ വന്നു പോയി എന്നെ അറിയില്ല എന്ന് പറഞ്ഞു. കുട്ടി എന്നെ അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മൾ തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്താ ചിരിച്ചത്? ഡയലോഗ് തീർന്നു പോയി.